ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടലമിഠായി പോലുള്ള ഒരു എള്ളുമിഠായിയാണ്. അതെങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കടലമുട്ടായി പോലെ നമുക്കൊരു എള്ളുമിഠായി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഓയിൽ തടവി, ഓയിലോ അല്ലെങ്കിൽ RKG ഒക്കെ ഇങ്ങനെ തടവിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റായിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് 1 കപ്പ് എള്ള് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അഥവാ കറുത്ത എള്ളാണുണ്ടെങ്കിൽ അതായാലും മതിയാവും. നന്നായിട്ടൊന്ന് കളർ മാറണ്ട, ഒരു ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. എള്ള് ഒന്ന് വന്നിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്ന രൂപത്തിൽ വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഇതിന് കളർ ചേഞ്ച് ആയിട്ട് ഒരു കരിഞ്ഞ ഒരു ചുവ വരും. അപ്പം നമ്മുടെ എള്ള് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒന്ന് കാരമലൈസ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കാരമലൈസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. രണ്ട് തുള്ളി ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത പാത്രം അരിയെ തന്നെ വെക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ എള്ളുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. വളരെ സ്പീഡിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പോവും, കട്ട പിടിച്ചു പോവും. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ പാത്രം ഉണ്ടല്ലോ, അത് ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചൂടായ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബദം ക്രഷ് ചെയ്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചൂടുള്ള സമയത്ത് തന്നെ ഇത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തായി പോവും, പിന്നെ പറ്റിപ്പിടിക്കാത്ത രൂപത്തിലായി പോവും. ആ ഒരു ചൂടോടെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള സൈസിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കാരണം ഇത് ഉറച്ച സമയത്ത് പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ എള്ളുമിഠായി ഇവിടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട്
അങ്ങനെ നമ്മുടെ എള്ളുമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല കിടുക്കാച്ചി വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.